കൈകളടിച്ചുകൊണ്ട് ഒരു സന്തോഷത്തോടെ യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഫസ്റ്റ് പോയിന്റ് എന്താണ്? ചാർജ് ഉള്ള പ്ലഗിലാണ് പിന്നെ കുത്തേണ്ടത്. ചാർജ് ഉള്ളത് എവിടെയാണ്? വിശ്വാസ പ്രഖ്യാപനത്തിനാണ് ചാർജ് ഉള്ളത്. നിങ്ങളുടെ ക്ലേശങ്ങളെ വിശ്വാസ പ്രഖ്യാപനത്തിനുള്ള ഒരവസരമായി നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റ്, കൃപാസനത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് എന്താണെന്നറിയോ? അഡീഷണൽ ബെനിഫിറ്റ്സ് ഇപ്പോൾ എല്ലാ കമ്പനികളും ഓരോ പ്രോഡക്റ്റ് വെക്കുമ്പോഴൊക്കെ അവർ പറയത്തില്ല അഡീഷണൽ ബെനിഫിറ്റ്സ്. കൃപാസനത്തിലുള്ള അഡീഷണൽ ബെനിഫിറ്റ്സ് എന്താണ്? ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ആധ്യാത്മിക ജീവിതം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യമല്ല. നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അല്ല. നമ്മൾ ഉപവാസം അനുഷ്ഠിച്ചിട്ടും അല്ല. നമ്മൾ ദൈവത്തിൻ്റെ ജോലി ചെയ്തപ്പോഴേ, അത് വൃത്തിയും മെനയുമായിട്ട് ഭംഗിയായിട്ട് ചെയ്തപ്പോഴേ, അതിൻ്റെ വ്യക്തിപരമായ വലിയ കഴമ്പൊന്നുമില്ല ദൈവത്തിന് മനസ്സിലായപ്പോൾ, ദൈവത്തിന് പറ്റിയ ആളാണെന്ന് മനസ്സിലായപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പാണത്. എന്തിനാണ്? ലോകത്തിലെ വലിയ സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടി ദൈവം ഒരു കുഞ്ഞു ധ്യാനകേന്ദ്രത്തെ തിരഞ്ഞെടുത്തതാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി അന്ത്യകാലത്തിൻ്റെ വർണ്ണാഫയിൽ ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം. അത്രേ ഉള്ളൂ. ഒരു 10-30 സെക്കൻഡ് ആണ് ആ പ്രത്യക്ഷീകരണം ഉള്ളത്. 10-30 സെക്കൻഡ്. ഈ 10-30 സെക്കൻഡ് ഈ പ്രത്യക്ഷീകരണം വരുമ്പോൾ മാതാവിൻ്റെ ഈ സിൽവർ ഗ്രേയിലുള്ള കളർ മാത്രം മതി നമുക്ക് ഒരു ജന്മം ധ്യാനിക്കാൻ വേണ്ടി. എന്താ കാര്യം? ഇത് യുദ്ധത്തിൻ്റെ കളറാണ് അല്ലേ? ഇത് അതായത് ഇത് ഭൗമതാപത്തിൻ്റെ കളറാണ്, ഇത് മഞ്ഞുരുക്കത്തിൻ്റെ കളറാണ്, ഇത് പ്രളയത്തിൻ്റെ കളറാണ്, ഇത് അന്ത്യകാലത്തിൻ്റെ കളറാണ്. സമയമെന്നാണ് അമ്മ പറയണത്. പിന്നീട് സമയം. ഇതാരാ പഠിക്കേണ്ടത്? ഞാനിങ്ങനെ കലവരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ടോ? ഇത് സാർവത്രിക സഭ ഈ വിഷയം പഠിക്കണം. പഠിച്ചതിന് ശേഷം എന്താണ് ലോകത്തോട് ഇങ്ങനെ ദൈവം ഒരു വെളിപാട് നൽകിയിട്ടുണ്ട്. ആ സന്ദേശം അനുസരിച്ചുകൊണ്ട് ജനത്തെ ഒരുക്കാനുള്ള ബാധ്യത ഭൂമിയിൽ ആർക്കാണ്? തിരുസഭയ്ക്കാണ് എൻ്റെ ബാധ്യത. കാര്യം ഇന്ന് വരെയുള്ള എല്ലാ സന്ദേശങ്ങളും ദൂതുകളും ലോകത്തിന് കൈമാറിയിരിക്കുന്ന തിരുസഭയാണ്. കാര്യം ദൈവം അതിന് സ്ഥാപനകാലം മുതൽ ദൈവം അതിനുവേണ്ടി സ്ഥാപിച്ച ലക്ഷ്യം അത് തന്നെയാണ്. തിരുസഭയുടെ 2 ലക്ഷ്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ദൈവരഹസ്യങ്ങളുടെ സൂക്ഷിപ്പാണ്. കളങ്കമില്ലാതെ കറയില്ലാതെ ദൈവരഹസ്യങ്ങളെ സൂക്ഷിക്കുക, ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള രഹസ്യങ്ങളെ. രണ്ടാമത്, അതാത് കാലത്ത് ദൈവം വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങളെ കാലത്തിൻ്റെ ചുവരെഴുത്ത് പോലെ വായിച്ച് വ്യാഖ്യാനിച്ച് ജനതയെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നയിക്കുക. അതിനുള്ള കഴിവ് സഭയ്ക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗീയ പൊൻമലരേ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്തെ പോയിന്റ് അച്ഛൻ പറഞ്ഞത് എന്താണ്? മരിയൻ അമ്മമാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണം നമ്മുടെ വിഷയത്തേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വിഷയമാണ്. ഈ സന്ദേശം കൈമാറേണ്ടതും സന്ദേശം അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിച്ച സന്ദേശത്തിൻ്റെ യോഗ്യമായ ഒരു സന്ദേശ പങ്കാളിയായി ഉടമ്പടി ജീവിതം നമ്മളെ ശരിക്കും പരുവപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇപ്പോഴേ എൻ്റെ പ്രാർത്ഥനകളുടെ ഇപ്പം നിങ്ങളെ കാണുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തലയിലൊക്കെ കൈവച്ച് കഴിഞ്ഞാൽ ഞാൻ 10 മിനിറ്റൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 5 സെക്കൻഡേ പ്രാർത്ഥിക്കത്തുള്ളൂ. അതിൻ്റെ വ്യത്യാസം ആ ഒരു വ്യത്യാസമുണ്ട്. കാര്യം ഞാൻ കഴിഞ്ഞ ഇപ്പോൾ അച്ഛനായിട്ട് 30-40 കൊല്ലമായി. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ ഞാൻ 87 മുതൽ ജനങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നതാണ്. അന്നൊക്കെ ജനങ്ങളുടെ തലക്കൈ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കുറേ കാര്യങ്ങൾ പറയും. കർത്താവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും എല്ലാം പറയും. അതിൻ്റെ അടിസ്ഥാനം പറയും, എല്ലാം പറയും. പ്രാർത്ഥനയുടെ അടിസ്ഥാനങ്ങളെല്ലാം വെളിവാക്കിയിട്ടാണ് പിന്നീട് ആ ജനങ്ങളുടെ രോഗങ്ങളുടെ എല്ലാം വിശദാംശങ്ങൾ പറയും. ജനങ്ങളുടെ രോഗങ്ങളുടെ ഇപ്പോൾ രോഗങ്ങളുടെ വിശദാംശങ്ങളൊന്നും പറയത്തില്ല. എന്താ കാര്യം? ഒരു കാര്യവും പറയും. എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ, ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ആ വ്യത്യാസം വരുന്നുണ്ട്. അത് നിസ്സാര വ്യത്യാസമല്ല. എനിക്കിപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ദൈവം നമുക്ക് നൽകിയൊരു പദ്ധതിയുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. ആ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ നിങ്ങളെ കൃപാസനത്തിൽ കൊണ്ടുവരാൻ കാര്യം എന്താ? 109 ധ്യാനകേന്ദ്രം കേരളത്തിലുണ്ട്. വൈ യു ഷുഡ് യു ആർ ചോസൺ ഫോർ കൃപാസനം. അപ്പോൾ ഉറപ്പല്ലേ? നിങ്ങൾ ഈ 109 ധ്യാനകേന്ദ്രത്തിൽ നിന്ന് നിങ്ങളെ ഈ കൃപാസനത്തിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങളെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാനാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം എല്ലായിടത്തും ഉണ്ടല്ലേ? എല്ലാ ധ്യാനകേന്ദ്രങ്ങൾക്കും ദൈവത്തിൻ്റെ കൃപയില്ലേ? അവിടെയുള്ള ധ്യാനഗുരുക്കന്മാർക്ക് കർത്താവിൻ്റെ കൃപയില്ലേ? പക്ഷേ കൃപാസനത്തിൽ വരുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകണം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? അമ്മേ, എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണം. അത്രയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? ഉടമ്പടിയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണ്ടേ? ക്യാൻസർ മാറണ്ടേ? തൈറോയിഡ് മാറണ്ടേ? കടങ്ങൾ പരിഹരിക്കണ്ടേ? നിങ്ങളുടെ ആത്മീയ ജീവിതം വലുതാകണ്ടേ? നിങ്ങളുടെ സുവിശേഷം പ്രഖ്യാപിക്കണ്ടേ? നിങ്ങൾക്ക് സുവിശേഷമാകണ്ടേ? സുവിശേഷം ഏകണ്ടേ? ദൈവത്തിൻ്റെ സ്വന്തം പൈതലാകണ്ടേ? അപ്പം അങ്ങനെ വരുമ്പോൾ അതിനാണ് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം അവൻ പറയണ പോലെ ചെയ്യാൻ നമുക്ക് നോട്ട് തന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1 കോടി നന്ദി. എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ വിശുദ്ധമായ അൾത്താരയിൽ സാക്ഷികളായി നിർത്തിയതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് ഷിൽജ ബേബി. ഞാൻ പാവർട്ടി സെൻറ്റ് ജോസഫ് തീർത്ഥകേന്ദ്രം ഇടവകാംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒരുപാട് ആത്മീയമായ ഉണർവുണ്ടായി. പരിശുദ്ധ അമ്മയെ കൂടെ നടക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. ഞാൻ ഒന്നാമതായി നിയോഗം വെച്ചത് പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും നിറച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഇടവരുത്തണമേ എന്നായിരുന്നു. അതുപ്രകാരം എൻ്റെ ജീവിത പങ്കാളിക്ക് 40 വർഷത്തിലേറെയായി പുകവലി എന്ന ദുശീലമുണ്ടായിരുന്നു. അപ്പോൾ ഈ സന്നിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എനിക്ക് വേണ്ടി നിയോഗം വയ്ക്കണമെന്ന്. പക്ഷെ ഞാൻ കടന്നു വന്നപ്പോൾ എനിക്ക് അമ്മ പറയുന്നതായി തോന്നി, ഇത് നിയോഗം വയ്ക്കേണ്ട ആവശ്യമില്ല, എൻ്റെ കണ്ണിൽ നോക്കി നീ ഈ നിയോഗം പറഞ്ഞാൽ മതി. ഭർത്താവിനോടും അതുപ്രകാരം ഞാൻ പറഞ്ഞു, അമ്മയെ നോക്കി ഇതൊന്ന് പറഞ്ഞാൽ മതിയെന്ന്. അമ്മ അത് സാധിച്ചു തരുമെന്ന്. ഞാൻ നിയോഗം വെച്ചില്ല, എങ്കിലും നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും എല്ലാം ദിവസവും കൊടുക്കാറുണ്ട്, പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ പുകവലി
പൂർണ്ണമായും മാറിക്കിട്ടി. ഇന്ന് 2 വർഷത്തോളമായി നിശേഷം പുകവലിക്കുന്നില്ല. അതുമാത്രമല്ല, പുകവലിക്കുന്നവരുടെ ആ സ്മെല്ല് കേൾക്കുമ്പോൾ പോലും ആൾക്ക് പ്രത്യേകമായ ഒരു അസ്വസ്ഥതയാണ്. രണ്ടാമതായി എൻ്റെ മകൻ്റെ കാര്യമാണ്. മകന് വ്യക്തിപരമായ എന്തോ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഉടമ്പടിക്ക് ശേഷം 90 ദിവസത്തിനുള്ളിൽ. അപ്പോൾ എനിക്ക് അമ്മയുടെ ഇവിടുന്ന് കിട്ടിയ നമ്മുടെ ഉടമ്പടി കാശ് രൂപം ഞാൻ അവൻ്റെ തലേണയുടെ അടിയിൽ വെച്ച് 7 ദിവസത്തോളം പ്രത്യേകമായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപ്രകാരം ഞങ്ങളുടെ അടുത്തുള്ള പരിശുദ്ധ മാതാവിൻ്റെ ഒരു തീർത്ഥകേന്ദ്രത്തിൽ ഞാനും മകനും രാത്രി പെരുന്നാൾക്ക് പോയപ്പോൾ ആ തീർത്ഥകേന്ദ്രത്തിൻ്റെ മുൻപിൽ വെച്ച് അവൻ എന്നോട് അവൻ്റെ അലട്ടുന്ന പ്രശ്നം തുറന്നു പറയുകയുണ്ടായി. അത് ഞാൻ വീട്ടിൽ വന്ന് ജീവിത പങ്കാളിയോടും ഞങ്ങൾ ഒത്തൊരുമിച്ച് പറഞ്ഞതിന് ശേഷം അത് ക്ലിയർ ചെയ്തു. അവന് ആ ബന്ധനത്തിൽ നിന്നും പൂർണ്ണമായ മോചനം ലഭിക്കുകയുണ്ടായി. ഉപ്പും തേനും ഞാൻ കൊടുത്തിരുന്നു. മൂന്നാമതായി, എൻ്റെ മകന് ഒരു ആക്സിഡൻറ്റ് കേസ് അവൻ മൂലം ഉണ്ടായിരുന്നു. അത് കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം അവന് പാസ്പോർട്ട് ലോങ് ടൈം ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. 1 ഇയറിനാണ് പാസ്പോർട്ട് കിട്ടിയിരുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം നിയോഗം വെച്ച് അഭിഭാഷകയായ അമ്മയും ഞങ്ങളുടെ കോടതി കേസുകളിൽ മേൽ കൃപയുണ്ടാകണമേ എന്ന് നിയോഗം വെച്ചിരുന്നു. 6 മാസത്തിനുള്ളിൽ ആ കേസ് ക്ലിയറായി കോമ്പൻസേഷൻ കൊടുത്ത് അത് അവസാനിപ്പിക്കുവാനും അവന് പാസ്പോർട്ട് ലോങ് ടൈമായി 10 വർഷത്തേക്കുള്ള പാസ്പോർട്ട് അനുവദിച്ച് കിട്ടുകയും ചെയ്തു. മോന് വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അവന് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ യൂട്യൂബിൽ നിന്ന് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 2021 മുതൽ 23-ലാണ് പരിശുദ്ധ അമ്മ എന്നെ ഈ ആലയത്തിലേക്ക് എത്താൻ കൃപ നൽകിയത്. അവന് അന്നേരം തന്നെ ജോലി ഒരെണ്ണം കിട്ടിയിരുന്നു. പിന്നീട് ഈ ജോലിയിൽ ഉന്നതി ഉണ്ടാവാനും വിശുദ്ധിയിലായിരിക്കാനും പ്രാർത്ഥിച്ചു. അവന് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം ഒരു ഇൻ്റർവ്യൂ നടന്നു. അങ്ങനെ പൂനെയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവന് ബാംഗ്ലൂർ ഒരു കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂ പാസ്സായി. 5 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഓരോ ഇൻ്റർവ്യൂ നടക്കുമ്പോഴും അവൻ എന്നെ വിളിച്ച് പറയും, അമ്മയുടെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് ഞാൻ എടുത്തു പറയുന്നത്, അവൻ ഇങ്ങനെ പറയുമായിരുന്നു, പരിശുദ്ധ അമ്മ എല്ലായിടത്തും ഉള്ളതല്ലേ, പിന്നെ ഇവിടേക്ക് എന്തിനാണ് നമ്മളിങ്ങനെ ഓടിപ്പോകുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം നിയോഗം വെച്ചു, അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എൻ്റെ മകനെ ഉയർത്തണമേ എന്ന്. അവൻ ഈ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ എൻ്റെ അടുത്ത് ഓരോ ഇൻ്റർവ്യൂവിനും പറയും, വളരെ ടഫ് ഇൻ്റർവ്യൂ ആണ്, എങ്കിലും എങ്ങനെയാണ് നടന്നതെന്ന് എനിക്കറിയില്ല. എല്ലാം വളരെ ഭംഗിയായി 5 റൗണ്ടും അവൻ പാസ്സായി. ഇൻ്റർവ്യൂ ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞു. അതിലും പ്രത്യേകതയുണ്ട്. ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞിട്ട് 24 അവേഴ്സ് കഴിഞ്ഞിട്ടും ഓഫർ ലെറ്റർ കിട്ടിയില്ല. അവന് നിലവിലുള്ള ജോലിയിൽ നിന്ന് ലീവ് എടുത്തിരിക്കുകയായിരുന്നു. അന്നേരം അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു ഉച്ചയായി. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മയുടെ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ മാതാവല്ലേ, ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എനിക്കിതുവരെ ഓഫർ ലെറ്റർ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എന്തോ ജോലി അടുക്കളയിൽ പണിയായിരുന്നു. ഞാൻ കൈ കഴുകി വേഗം വന്ന് അമ്മയുടെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അവനും ഒപ്പം വീഡിയോ കോൾ വിളിച്ചിട്ടാണ് ചൊല്ലിയത്. അവന് നെറ്റിയിൽ ഞാൻ ഫോണിൽ കുരിശ് വരച്ച് പേടിക്കേണ്ട, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫോൺ വയ്ക്കുന്നതിന് മുൻപ് തന്നെ ഫോൺ വെച്ച് ഞാൻ ബൈബിൾ തുറന്നു. അപ്പോൾ നല്ല അനുകൂലമായ വചനമാണ് കിട്ടിയത്. അതിനുശേഷം അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, അമ്മയുടെ മാതാവ് അടിപൊളിയാട്ട, ഇപ്പം തന്നെ എനിക്ക് കോൾ വന്നു, ഓഫർ ലെറ്റർ ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇത് പറയാനായി ഞങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരുന്നു. അന്നേരം ഈ ഒരു സാക്ഷ്യമായിട്ട് പറയാൻ പറ്റില്ല, ജീവിത പങ്കാളി കൂടെ ഇല്ലാത്തതുകൊണ്ട് മറ്റ് സാക്ഷ്യങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോയി. ആ ഓഫർ ലെറ്റർ വെച്ച് അവൻ വീണ്ടും ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പം നിലവിൽ പൂനെയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഓഫർ ലെറ്റർ കിട്ടിയത് ബാംഗ്ലൂർക്ക് മാറാൻ ആൾക്ക് മനസ്സുകൊണ്ട് എന്തോ ഒരു തൃപ്തിയില്ലായിരുന്നു. അന്നേരം ഈ പൂനെയിൽ നിന്ന് തന്നെ വീണ്ടും ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ പാസ്സായി. അത് ഇതിനേക്കാളും കൂടുതൽ തുക നമുക്ക് സാലറി കിട്ടുന്ന രീതിയിൽ അവന് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. അവൻ അവിടെ ജോയിൻ ചെയ്തു. കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, അവിടെ വരാമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ലാസ്റ്റ് മൊമെൻറ്റിൽ
അവിടെ ജോയിൻ ചെയ്യുന്നില്ല എന്ന് അറിയിച്ചത് പ്രകാരമാണ് ആ സീറ്റ് എൻ്റെ മോന് ജോലിക്കായി അമ്മ മാതാവ് ഒരുക്കി വച്ചിരുന്നത്. കഴിഞ്ഞ തവണ സാക്ഷ്യം പറയാതെ പോയത് അതിനേക്കാൾ ഉന്നതമായ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് മാറ്റിവെച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും നന്നായി ഞാൻ മോനും വീട്ടിലെ എല്ലാവർക്കും ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾ 3-ാം തവണ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ കാറ് മോനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. അപ്പോൾ അവന് ഈ പറഞ്ഞ മാതിരി അന്നേരമൊന്നും വിശ്വാസം അത്ര അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ മുൻപേ പോകുന്ന ഒരു കാറ് സിഗ്നൽ കണ്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. ഇവനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. പെട്ടെന്ന് അത് ഓവർടേക്ക് ചെയ്ത് അടുത്ത റോയിലേക്ക് വണ്ടി കയറ്റി നിർത്താൻ പറ്റി. എങ്ങനെയാണ് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അവനോടനടി ആ സ്റ്റിയറിങ്ങിൽ തലവെച്ചിട്ട് പറഞ്ഞു, ആരോ എൻ്റെ കൈ സ്റ്റിയറിങ്ങിൽ പിടിച്ച് മാറ്റി, എനിക്ക് ഒന്നും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പം ഞാൻ വിചാരിക്കുന്നു അത് അമ്മ മാതാവിൽ കൂടുതൽ വിശ്വാസം വരുന്നതിന് വേണ്ടിയാണെന്ന്. അടുത്തതായി എൻ്റെ സ്വന്തമായ ഞാൻ ജനിച്ചു വളർന്ന വീട് 21 വർഷത്തോളമായി അപ്പച്ചൻ പണിത വീട്ടിൽ ആങ്ങള താമസിക്കുന്നില്ല. അവൻ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അത് ഒരു ഭാഗമൊക്കെ നശിച്ചു തുടങ്ങിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ഭവനത്തെ പുനരുദ്ധരിക്കണമേ എന്ന്. സങ്കീർത്തനത്തിലെ ആ ഭാഗം, ബൈബിൾ ഭാഗം പുനരുദ്ധരിക്കണമേ എന്നുള്ള ഭാഗം ഞാൻ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ വീടിൻ്റെ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ആ വീടിൻ്റെ പുനരുദ്ധാരണം നടന്ന്, പുനരുദ്ധാരണം എന്നല്ല, ഒത്തിരി വലിയ വീടാക്കി വളരെയധികം സൗകര്യത്തോടു കൂടി അവനത് പുനരുദ്ധരിക്കുകയും അവിടേക്ക് താമസം മാറ്റുകയും മക്കളെയെല്ലാം ഇങ്ങോട്ട് അഡ്മിഷൻ എടുക്കുകയും ഞങ്ങൾക്കെല്ലാവർക്കും ഇനി ഒരു അപ്പച്ചൻ മരിച്ച ഓർമ്മ ദിവസമാകട്ടെ, പെരുന്നാളാകട്ടെ, എന്തിനായാലും അവിടെ ഒന്നു ചേർന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഒന്നു ചേരാനുള്ള കൃപ ലഭിച്ചു. ഞങ്ങൾക്ക് 3 വർഷത്തോളമായി ഒരു ഉടമ്പടി എടുക്കുന്നതിന് മുൻപ്, കൊറോണ കാലത്തിന് മുൻപ് ഒരു കട തുടങ്ങണമെന്ന് ആഗ്രഹം. കട ഉണ്ട്. ആൾക്ക് 2015 ഒരു ആക്സിഡൻറ്റ് പറ്റി 3 വർഷത്തോളമായിട്ട് കിടപ്പായിരുന്നു. ദൈവമാതാവിൻ്റെയൊക്കെ പ്രത്യേക സംരക്ഷണത്താലാണ് അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടിയത്. അവിടെ നിന്ന് വേറെ ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു ചെറിയൊരു ലോട്ടറി കട നടത്തുകയായിരുന്നു. അപ്പോൾ മോന് വരുമാനമൊക്കെ ആയപ്പോൾ കുറച്ചും കൂടിയും മെച്ചപ്പെട്ട രീതിയിൽ അപ്പച്ചനെ ഒരു കടയിട്ട് ഇരുത്തണമെന്ന് അവന് ആഗ്രഹമുണ്ടായി. ഈ ഉടമ്പടി എടുത്ത് 90 ദിവസത്തിനുള്ളിൽ 3 വർഷത്തോളമായി ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം ഉടമ്പടിയിൽ വച്ചില്ലെങ്കിൽ തന്നെയും മാതാവ് അതിൽ ഇടപെടുകയും ഞങ്ങൾക്ക് മെയിൻ റോഡിൽ തന്നെ ഒരു ചെറിയൊരു കട തുടങ്ങുവാനും അതിൽ ഇന്നും നല്ല വരുമാന മാർഗമായി മുന്നോട്ട് പോകുന്നു. അമ്മയുടെ ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയ തിരുസ്വരൂപം ആ കടയിൽ പ്രതിഷ്ഠിക്കുകയും ഉപ്പും തേനും ഉപ്പ് വിതറുകയും ഒക്കെ ചെയ്തിരുന്നു. നല്ല രീതിയിൽ ആ കട മുന്നോട്ട് പോകുന്നു. ഈ കാരുണ്യ പ്രവൃത്തികളായി ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾ ഒത്തിരി വേദനകൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് രോഗികളായവരുടെയും വേദനിക്കുന്നവരുടെയും വിഷമം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും, ഞങ്ങളുടെ അടുത്തുള്ളവർ രോഗികളാണെന്ന് കേട്ടാൽ ഒരു ഞായറാഴ്ച അവധി കിട്ടിയാൽ ഓടിപ്പോയി അവരെയൊക്കെ കണ്ട് അവരോട് സംസാരിക്കും. അവർക്ക് ഞങ്ങൾക്കാവുന്ന രീതിയിൽ അവരെ സഹായിക്കും. പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ സന്ദർശിക്കാറുണ്ട്. അവിടെ നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ കൃപാസന പത്രമെല്ലാം അവിടെ കൊടുത്ത് അവരോട് സംസാരിക്കാറുണ്ട്. കൂടാതെ തൃശ്ശൂർ പീസ് ഹോമുണ്ട്. വളരെയധികം തളർന്ന് വർഷങ്ങളോളം കിടപ്പായിട്ടുള്ള രോഗികളായ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുമക്കളും കഴിയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ പോയി അവർക്ക് വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. അവർക്ക് ഭക്ഷണമെല്ലാം വാരി കൊടുക്കണം, അവരോട് സംസാരിക്കണം. അവർക്ക് നമ്മളൊക്കെ ചെല്ലുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അത് തന്നെയല്ല, അവരുടെ വായിൽ നിന്ന് പറയുന്ന സംസാരം കേൾക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ പിന്നിലാണ്. അവർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ സന്തോഷിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ ഒന്നുമല്ല എന്ന് അവരുടെ അവസ്ഥയിലും അവർ നന്ദി പറഞ്ഞ് ജീവിക്കുന്നത് കാണുമ്പോൾ അതും കൂടി എനിക്ക് പഠിക്കാൻ സാധിച്ചു. അത് തന്നെയല്ല, അവർക്ക് പഴയ വസ്ത്രങ്ങളൊക്കെ, തുണികൾ അവർക്ക് നല്ലോണം വേണം. എല്ലാ ആവശ്യങ്ങളും ബെഡിൽ കിടന്നായതുകൊണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയി ഞാൻ തുണികൾ മറ്റുള്ളവരെ നിന്നൊക്കെ ശേഖരിച്ചും എൻ്റെ കയ്യിലുള്ളതും ഞാൻ ബസ് കയറി പോയി അവിടെ കൊണ്ടു കൊടുക്കാറുണ്ട്. അവർക്ക് അതൊക്കെ വെട്ടി നമ്മൾ ഒരുക്കി കൊടുക്കണം. അതിനെല്ലാം അസിസ്റ്റേഴ്സിനെ ഞാൻ സഹായിക്കാറുണ്ട്.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം എല്ലാം കൊടുക്കും. പിന്നെ ആൾക്ക് ഈ ആക്സിഡൻറ്റ് മൂലം ഒരുപാട് സ്റ്റിറോയിഡുകളും മരുന്നുകളും കയറി കരൾ രോഗം ബാധിച്ചു. അത് 2023 തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ കരൾ രോഗം ഗ്രേഡ് 3 ആണ്. എങ്കിലും 6 മാസം കൂടുമ്പോഴുള്ള എൻഡോസ്കോപ്പിയും 1 വർഷം കൂടുമ്പോഴുള്ള സ്കാനിങ്ങും എല്ലാം ചെയ്യുമ്പോഴും 50% ഡാമേജ് ആയ കരളാണെങ്കിലും ഒന്നും കുഴപ്പമില്ല എന്നാണ് ഓരോ തവണയും ഡോക്ടേഴ്സ് നോക്കിയിട്ട് റിപ്പോർട്ട് നോക്കിയിട്ട് പറയാറ്. നിരന്തരം ഞാൻ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാം ട്രീറ്റ്മെൻറ്റിനായി ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളും അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് എപ്പോഴും വരുമ്പോൾ അമ്മയുടെ കാശ് രൂപം കുറച്ച് വാങ്ങിക്കൊണ്ട് പോകും. അത് അർഹതപ്പെട്ടവർക്ക് കാണുന്നവർക്ക് കൊടുക്കാറുണ്ട്. എപ്പോഴും ഞാൻ ഡോക്ടറെ അടുത്ത് OP-യിൽ പോകുമ്പോഴും ഒരാളെയെങ്കിലും എനിക്ക് പ്രത്യേകമായി അമ്മ കാണിച്ചു തരും. അവരോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ കേട്ട് അവർക്ക് ആശ്വാസം കൊടുക്കാനും അതുപോലെ തന്നെ അമ്മയെക്കുറിച്ച് പറയാനും പത്രം കൊടുക്കാനും ശ്രമിക്കും. അതുപോലെ തന്നെ അവരുടെ നമ്പർ ഞാൻ കളക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ വാട്സപ്പിൽ നമ്മുടെ യൂട്യൂബിലെ ആരാധനയും മറ്റ് സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ അയച്ചു കൊടുത്ത് നിരന്തരം ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അനുദിന ശുശ്രൂഷ ഇവിടുത്തെ പ്രാർത്ഥന ഡെയിലി ബ്രെഡ് എല്ലാവർക്കും അയച്ചു കൊടുക്കും. എൻ്റെ സ്റ്റാറ്റസായി ഇടും. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. എല്ലാ കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇന്നല്ല അതിന് മുൻപേ തന്നെ ഉണ്ടായെന്ന് പറയാം. ഞാൻ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചത് ഫാത്തിമ മാതാവിനോടുള്ള ഒരു പ്രതിഷ്ഠാ ജപം ചൊല്ലിയിട്ടാണ്. ആ ജപം ഇന്നും ചൊല്ലുന്നു. അതുകൊണ്ടാണ് ഈ ജീവിത പങ്കാളി ഇന്ന് ജീവനോടെ ഈ ആൾത്താരയിൽ പോലും നിൽക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിൻ്റെ സംരക്ഷണം അത്രമേലുണ്ടായിരുന്നു. മരിച്ചു എന്ന് പറഞ്ഞ് 22 ദിവസം അബോധാവസ്ഥയിൽ കിടന്ന വ്യക്തിയാണ്. അമല ഹോസ്പിറ്റലിൽ തൃശ്ശൂർ 45 ദിവസം കണ്ടിന്യൂസ് ആശുപത്രിയിലായിരുന്നു. അതെല്ലാം മാതാവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ദൈവം വാങ്ങി തന്നതാണ്. വിശുദ്ധ യൗസപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും ഒരുപാട് നന്ദി എൻ്റെ കുടുംബാംഗങ്ങളുടെ മുഴുവൻ പേരിലും ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ സാക്ഷ്യം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ലൈബി. ഇത് എൻ്റെ അമ്മ ലൈല, എൻ്റെ സഹോദരൻ ലിബിന് എൻ്റെ കുഞ്ഞ് ഇസ്ഹാഖ് എബ്രഹാം. ഞാൻ 2018 ഡിസംബറിലാണ് ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. ഒത്തിരി നന്മകൾ ഈശോ അമ്മ വഴി എനിക്ക് എൻ്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. ഇത് ആൾത്താരയിൽ പറയുന്ന 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു നിയോഗം സാധിച്ചത് ഞാൻ സാക്ഷ്യം പറയാതിരുന്നു. കാരണം അത് എൻ്റെ സഹോദരന് വേണ്ടിയുള്ളതായിരുന്നു. അവർ നാട്ടിലില്ല, വിദേശത്തായിരുന്നു. ഇപ്രാവശ്യം ലീവിന് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത്. അവർക്ക് വിവാഹം കഴിഞ്ഞ് 4 വർഷമായി കുട്ടികളില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ അത് നിയോഗമായി വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടി തീരുന്ന അന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇന്ന് എൻ്റെ ഉടമ്പടി തീരുകയാണല്ലോ, ഇതുവരെ എനിക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് പരിശുദ്ധ അമ്മയോട് രാവിലത്തെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം അപ്രതീക്ഷിതമായി എൻ്റെ സഹോദരൻ വിളിക്കുകയും അവൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചതെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ച് അവനോട് അങ്ങോട്ട് പറഞ്ഞു, അവൾക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി എങ്ങനെ അറിഞ്ഞു എന്ന് എന്നോട് ചോദിച്ചു. അപ്പം അത് റിസൾട്ട് അവർ ഡോക്ടറെ കണ്ടു, അത് കൺഫേമായി, റിസൾട്ട് പോസിറ്റീവായിരുന്നു. ദൈവം അനുഗ്രഹീതമായ ഒരു ആൺകുഞ്ഞ് ഇസ്ഹാഖ് എബ്രഹാമിനെ ഞങ്ങളുടെ കുടുംബത്തിൽ നൽകി അനുഗ്രഹിച്ചു. അവൻ്റെ ഡെലിവറിയുടെ സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതായത് നോർമൽ ഡെലിവറിക്ക് കയറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പം കോഡ് കഴുത്തിൽ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നതായിട്ടും പെട്ടെന്ന് അവൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോകുന്നതായിട്ട് കണ്ടതിൻ്റെ ഫലമായി അവർ പെട്ടെന്ന് സിസേറിയൻ സെക്ഷൻ ചെയ്ത് കുഞ്ഞിനെ എടുത്തു. ദൈവം ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി നമ്മളെ അനുഗ്രഹിച്ചു. എനിക്ക് കുട്ടികളില്ലാഞ്ഞിട്ട് പോലും എൻ്റെ സഹോദരൻ്റെ വിഷയം ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ വെക്കുകയും എനിക്ക് അമ്മയെ അത് സാധിച്ചു തരികയും ചെയ്തതിൽ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഞാൻ പരിശുദ്ധ അമ്മയിലും തിരുക്കുമാരിലും പ്രത്യാശ വയ്ക്കുന്നു. 2ാമത്തെ എൻ്റെ സാക്ഷ്യം, ഞാൻ 10 വർഷമായി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുകയാണ്. എനിക്ക് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് എനിക്ക് ലഭിക്കുന്നില്ലായിരുന്നു. അതായത് ഞാൻ ജോയിൻ ചെയ്യുന്നൊരു 4 മാസം മുൻപ് വരെ അത് റെഗുലറായിട്ട് എല്ലാവർക്കും പുതിയതായി ജോയിൻ ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് അവർ നിർത്തിവെച്ചിരുന്നു. പക്ഷേ എക്സിസ്റ്റിംഗ് PF അക്കൗണ്ട് ഉള്ളവർക്ക് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ജോയിൻ ചെയ്തൊരു 4-5 വർഷത്തിന് ശേഷമാണ് ഞാൻ അതറിയുന്നത്. അന്ന് ഞാൻ ഓഫീസിൽ അവരെ സമീപിക്കുകയും
അവരെൻ്റെ കയ്യിൽ അതിനുള്ള ഡോക്യുമെൻറ്റ്സ്, എക്സിസ്റ്റിംഗ് PF അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടും ഒരു 11 പ്രാവശ്യം ഞാൻ ഓഫീസ് കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. നാളിതുവരെ അത് നടന്നില്ല. ഒരു 2 മാസത്തിന് മുമ്പ് ഞാൻ ഉടമ്പടി ഉപ്പ് ഫിനാൻസ് സെക്ഷനിൽ കൊണ്ടിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറയുന്ന പോലെ തന്നെ നമ്മൾ ഉടമ്പടിയിൽ ഒരു കാര്യം പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ ഫിനാൻസിൽ നിന്ന് ഞാൻ സാറിനെ കണ്ട് സാർ എൻ്റെ പറഞ്ഞു അതെല്ലാം സാങ്ഷൻ ആയിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഫ്രീക്വൻ്റ്ലി ഹെൽത്ത് പ്രോബ്ലംസ് വരും. അതായത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പനി. എൻ്റെ കൂടെയുള്ളവർ പോലും പറയും നൈറ്റ് കഴിഞ്ഞ് ഇനി അവൾക്ക് പനി വരും. അത് ഞാൻ തന്നെ അങ്ങ് മടുത്തു പോയിരുന്നു. അതുപോലെ തന്നെ നൈറ്റ് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പകൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യും. എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. നൈറ്റിൻ്റെ സമയത്ത് റെസ്റ്റിംഗ് ടൈം ഉണ്ടെങ്കിൽ പോലും ആ സമയത്തും എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ 15 മണിക്കൂർ വരെ കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. 3 hours ഷിഫ്റ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന സമയത്തും എനിക്ക് റെസ്റ്റ് എടുക്കത്തില്ല. അങ്ങനെ 8 നൈറ്റ് വരെ കണ്ടിന്യൂസ്ലി ഞാൻ 15 hours ചെയ്തിട്ട് പോലും ലാസ്റ്റ് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എന്താ പറയുക, നമുക്ക് പ്രോപ്പർ റെസ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഭയങ്കരമായൊരു മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ചില സമയത്ത് ഹൈപ്പോ തൈറോയിഡിസം, ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം. എന്നോട് റേഡിയോ ആക്റ്റീവ് അയഡിൻ എടുക്കാൻ ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഞാൻ ഇതൊന്നും ചെയ്തില്ല. ഓരോ സമയത്തും ഞാൻ ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഞാനൊന്ന് വീണ് എൻ്റെ കൈ ഫ്രാക്ചറായി. സർജറി ചെയ്യാൻ കുറച്ച് ഡിലേ വന്നു. അപ്പം ബോൺ ലെങ്ത് പ്രോപ്പർ ആകത്തില്ല, എക്സ്ട്രാ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ഡോക്ടർ അറിയിച്ചു. പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സർജറി സക്സസ്ഫുൾ ആകുകയും എൻ്റെ റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രോപ്പർ ആകുകയും ചെയ്തു. ഇത്രയേറെ നന്മകൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഓർഫനേജിലും ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും എന്നാലാവും വിധം അവിടെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും കൃത്യമായി പത്രം വാങ്ങിക്കുകയും, ആദ്യമൊക്കെ എനിക്കത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നാൽ ഞാൻ ഓരോരുത്തരോടും എനിക്ക് കിട്ടിയ നന്മകൾ ഞാൻ പറഞ്ഞ് പത്രം കൊടുക്കും. ചിലർ നമ്മുടെ ഒരിക്കൽ ചോദിക്കും ഇതെന്താ ഇത്ര പ്രത്യേകത. അപ്പം ഞാൻ പറയും നിങ്ങൾക്ക് യാതൊരുവിധ മെറിറ്റും ഇല്ല എങ്കിൽ നിങ്ങൾ പോവുക. അപ്പം നമ്മളെ സഹായിക്കാൻ ഒരു മനുഷ്യരും ഇല്ലാത്തപ്പോൾ നമുക്ക് ഏക ആശ്രയം അതാണ്. എൻ്റെ ജീവിതത്തിൽ അതാണ് എൻ്റെ അനുഭവം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ചിലപ്പം ഞാൻ കൃത്യമായി ദശാംശം കൊടുക്കും. പക്ഷെ ഞാൻ എക്സ്ട്രാ ആയിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിരിക്കുന്നത് എനിക്കതിൻ്റെ ഒത്തിരി ഇരട്ടിയായിട്ട് അമ്മ എനിക്കത് തിരിച്ചു തരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഇത്രയും നന്മകൾ എൻ്റെ കുടുംബത്തിൽ നൽകിയ അമ്മയ്ക്കും ഇനിയും പറയാത്ത ഒത്തിരി നന്മകളുണ്ട്, ചെറുതും വലുതുമായ. ഈശോയ്ക്കും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി പറയുന്നു.